എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലിപ്പോൾ ചിക്കനോ അതുപോലെ ബീഫോ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ബിരിയാണിയൊക്കെ കഴിക്കാൻ തോന്നുവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റൈസാണിത്. അതുപോലെ തന്നെ വെജിറ്റബിളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ റൈസ് ഒന്ന് വെച്ച് കൊടുക്കും. അപ്പോൾ അവർ തീർച്ചയായിട്ടും കഴിക്കും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു റൈസ് തയ്യാറാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് കുക്കറിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം വേണമെങ്കിൽ നെയ്യും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ സ്കൂളിലേക്ക് കൊടുത്തു വിടാനായതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിപ്പോൾ വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് കഴിക്കാനൊക്കെ ആണെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം പട്ട, അതുപോലെ ഒരു 2 ഗ്രാമ്പു, 2 ഏലക്ക ഇത്ര ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഇനി ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്കിനി വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു സവാളയും അതുപോലെ ചെറിയൊരു ക്യാരറ്റും പൊടിയായിട്ട് അരിഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ പൊട്ടറ്റോ വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് വെജിറ്റബിൾസൊക്കെ ചേർക്കുമ്പം വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ കൊടുത്താൽ കഴിക്കുന്നതായിരിക്കും. പിന്നെ നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ക്യാബേജ് വേണമെങ്കിൽ ക്യാബേജ് ചേർത്ത് കൊടുക്കാം. അതുപോലെ പച്ചപ്പട്ടാണി, കോളിഫ്ലവർ, മഷ്റൂം ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കൂടാതെ വേണമെങ്കിൽ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അതുപോലെ ചിക്കൻ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വഴറ്റിയെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇതിനി 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതും ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളുടെ അളവ് കുറേ അങ്ങോട്ട് കൂടുകയൊന്നും വേണ്ട, വളരെ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഇതിന് പകരം വേണമെങ്കിൽ ബീഫ് മസാലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ പൊടികളുടെ റോ ടേസ്റ്റ് മാറുന്നവരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ്റെ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല, അതിൻ്റെ പകുതി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത് മസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് നമ്മുടെ ഈ ഒരു റൈസിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരിക്ക് പകരം വേണമെങ്കിൽ നാരങ്ങാനീരോ അല്ലെങ്കിൽ തൈരോ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തീ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് 1 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന അരിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി. അപ്പോഴേക്കും ഇത് നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ കുക്കറിൻ്റെ ആവി ഫുള്ളായിട്ട് പോയതിന് ശേഷം മാത്രമേ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടില്ല. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ റൈസിലെ വെള്ളമൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ റൈസൊക്കെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിൽ കുറച്ചെടുത്ത് ലഞ്ച് ബോക്സിലേക്ക് മാറ്റുന്നുണ്ട് മോൾക്ക് കൊടുത്തു വിടാനായിട്ട്. ഇതിന് കൂടെ തന്നെ നമുക്ക് കുറച്ച് നാരങ്ങാച്ചാറും കൂടെ വെച്ച് കൊടുക്കാം. ഇനി വേണമെങ്കിൽ ഒരു പപ്പടം അതുപോലെ ചെറുലാസൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അച്ചാർ മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റിയും അതുപോലെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.